വെടിക്കെട്ടപകടം അന്വേഷിക്കുന്ന സംഘം എഡിഎമ്മിനെ ചോദ്യം ചെയ്യും. വെടിക്കെട്ടിന് എഡിഎം വാക്കാൽ അനുമതി നൽകിയെന്നാണ് സൂചന. എഡിഎമ്മിന്റെ ഫോൺ രേഖകളും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. അതേസമയം പരവൂരിൽ നടന്നത് മത്സരക്കമ്പം തന്നെയെന്ന് എഫ്ഐആർ. കമ്പക്കെട്ട് നടത്താൻ പരസ്പരം ഉത്സാഹിച്ച് മത്സരിച്ചുവെന്നും എഫ്ഐആറിൽ വ്യക്തമാക്കുന്നു. എഫ്ഐആറിന്റെ പകർപ്പ് പീപ്പിൾ ടിവിക്ക് ലഭിച്ചു. വിശദാംശങ്ങൾ രാജ്കുമാർ നൽകും. രാജ്കുമാർ, വാക്കാലുള്ള അനുമതി എഡിഎമ്മിന്റെ ആ തരത്തിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെയും വരികയുണ്ടായി. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണോ ഇപ്പോൾ എഡിഎമ്മിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യാൻ പോകുന്നത്? ചോദ്യം ചെയ്യുക എന്തൊക്കെ ഒരുപക്ഷെ കാര്യങ്ങൾ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്? പ്രജീഷ്, ഇതില് സുപ്രധാന വിവരം, ജില്ലാ കളക്ടറുടെ മൊഴി കൂടി എടുക്കാൻ ക്രൈംബ്രാഞ്ച് സംഘം തീരുമാനിച്ചിട്ടുണ്ട്. അവർക്ക് ജില്ലാ കളക്ടർക്ക് ചോദ്യാവലി തയ്യാറാക്കി നൽകും. അതിനുള്ള മറുപടി അവരിൽ നിന്ന് എഴുതി വാങ്ങുകയാണ് ചെയ്യുന്നത്. അത് അങ്ങനെ ഒരു സൗജന്യം ജില്ലാ കളക്ടർക്ക് നൽകാൻ കാരണം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ അധിക ജോലി നിർവഹിക്കുന്നതിനാൽ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് കരുതി മാത്രമാണ് ഇങ്ങനെ ഒരു സൗജന്യം അനുവദിക്കുന്നു എന്നുള്ളതാണ് പോലീസ് ഭാഷ്യം. അതൊന്ന്. രണ്ടാമത്, കൊല്ലം എഡിഎം വാക്കാൽ ഉത്തരവ് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് കമ്പം നടന്നു എന്ന് അമ്പല കമ്മിറ്റിക്കാരുടെ മൊഴിയുണ്ടെന്നും അതുകൊണ്ട് എഡിഎമ്മിനെ ചോദ്യം ചെയ്യേണ്ടി വരും, ഫോൺ രേഖകൾ പരിശോധിക്കും എന്നുള്ളതാണ് പോലീസ് അക്കാര്യത്തിലുള്ള പോലീസിന്റെ നിലപാട്. അതേസമയം എഡിഎം ആകട്ടെ അതിന് മറുപടി നൽകിയത് ഒരു ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവ് നടപ്പിലാക്കാൻ ചുമതലപ്പെട്ടവർ അതിന്റെ ഏറ്റവും താഴെത്തട്ടിലുള്ള പോലീസ് തന്നെയാണ്. പോലീസിനാണ് അതിന്റെ ചുമതല. ഇതിപ്പോൾ ജില്ലാ ഭരണകൂടത്തിന്റെ ഇപ്പോഴത്തെ ആവശ്യത്തിന് പറയുന്നതല്ല. ഒരു 144 പ്രഖ്യാപിച്ചാലോ അങ്ങനെ എന്തുതരം ഡിക്ലറേഷൻ വന്നാലും അത് അനുസരിക്കേണ്ടതും നടപ്പിലാക്കേണ്ട പ്രഥമ ബാധ്യത എന്ന് പറയുന്നത് നിയമപരമായി പോലീസിൽ നിക്ഷിപ്തമാണ്. അങ്ങനെ ഇരിക്കെ നിയമലംഘനം നടന്നു എന്ന് വ്യക്തമാണ്. 8-ാം തീയതി തന്നെ ജില്ലാ ഭരണകൂടം എഡിഎം എന്ന നിലയിൽ താൻ ജില്ലാ കളക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് ഇതിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ പകർപ്പ് പോലീസ് കമ്മീഷണർക്കും ഉൾപ്പെടെ SIക്ക് വരെ നൽകിയിട്ടുള്ളതാണ്. അത് തഹസിൽദാർക്കും വില്ലേജ് ഓഫീസർക്കുമുണ്ട്. അങ്ങനെ ഇരിക്കെ 9-ാം തീയതി എന്തുകൊണ്ടാണ് പകൽ രാവിലെ ഇങ്ങനെ ഒരു കത്ത് ഈ പോലീസ് കമ്മീഷണറും അതുപോലെ ACPയും പരവൂർ CAയും 3 പേരുടെ റിപ്പോർട്ടുകൾ എന്തിനാണ് ജില്ലാ ഭരണകൂടത്തിന് തരാൻ ശ്രമിച്ചത്? അന്ന് 9-ാം തീയതി താൻ ഇവിടെ ഇല്ലായിരുന്നു. താൻ എറണാകുളത്ത് ജില്ലാ കളക്ടറുടെ നിർദ്ദേശം അനുസരണം അവിടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അച്ചടികളുടെ പ്രവർത്തികൾ നിരീക്ഷിക്കുന്നതിനും അതിന്റെ പുരോഗതി വിലയിരുത്താനും പോയിരുന്നു. ഇനി 9-ാം തീയതി രാത്രി കമ്പക്കെട്ട് നടക്കുമ്പോൾ അവിടെ എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുമെന്നോ അല്ലെങ്കിൽ അധിക സ്ഫോടക വസ്തുക്കൾ ഉണ്ടെന്നോ നിയമം ലംഘിക്കുന്നുവോ എന്ന് ചൂണ്ടിക്കാട്ടി ഒരു ഫോൺ കോൾ പോലും 100 മുതൽ 125ഓളം പോലീസുകാരും പോലീസ് ഉദ്യോഗസ്ഥരും അവിടെ ഉണ്ടായിട്ടും ഒരാൾക്ക് പോലും എഡിഎമ്മിന്റെ നമ്പർ അവരുടെ പക്കൽ ഇല്ലായിരുന്നോ എന്നൊരു മറുചോദ്യവും കൂടി അദ്ദേഹം എഡിഎം ഷാനവാസ് ഉന്നയിക്കുന്നു. അതായത് രാജ്കുമാർ, എന്തായാലും ഇക്കാര്യത്തിൽ പോലീസ് അടക്കം ആരോപിക്കുന്നത് എഡിഎം കളക്ടറുടെ പ്രതിനിധിയായി എഡിഎം നിലകൊണ്ട എഡിഎമ്മിന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു ഉത്തരവ് നടപ്പാക്കണം എന്ന രീതിയിലേക്കുള്ള തീരുമാനങ്ങൾ എഡിഎമ്മിന്റെ ഭാഗത്തുനിന്നുണ്ടായി എന്ന് വാദിക്കുമ്പോഴും വെല്ലുവിളിക്കുകയാണോ ഒരുപക്ഷെ എഡിഎം അടക്കം? കാരണം തന്റെ ഫോൺ രേഖകൾ അടക്കം ഒരുപക്ഷെ പരിശോധിക്കാം. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ വൈരുദ്ധ്യങ്ങൾ പോലീസ് പറയുന്ന കാര്യങ്ങളിലും എഡിഎം ഇപ്പോൾ അവകാശവാദം ഉന്നയിക്കുന്ന സാഹചര്യത്തിലുമൊക്കെ ഒട്ടേറെ വൈരുദ്ധ്യങ്ങൾ നിലനിൽക്കുന്നുണ്ടോ? യാഥാർത്ഥ്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ കാര്യങ്ങളെ വളച്ചൊടിക്കുന്നുണ്ടോ പോലീസ് അടക്കം അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ? അതിന് വ്യക്തമായ മറുപടിയാണ് അദ്ദേഹം നൽകുന്നത്. രാഷ്ട്രീയ സമ്മർദ്ദം തങ്ങൾക്കല്ല ഉണ്ടായത്. ആ രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടായതിന്റെ പേരിലാണ് ദുരന്തമുണ്ടായി എന്ന് പോലീസിനെ ഇൻഡയറക്ട്ലി തന്നെ കുറ്റപ്പെടുത്തുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്രമാത്രമാണ് എഡിഎം ഉൾപ്പെടുന്ന ജില്ലാ ഭരണകൂടം പോലീസിനെതിരെയുള്ള നിലപാട് കടുപ്പിച്ചിരിക്കുന്നുവെന്ന്. ഇന്ന് തന്നെ നമുക്കറിയാം, സംസ്ഥാന മന്ത്രിസഭയിൽ എഡിഎം ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് തള്ളിക്കൊണ്ട്, അതായത് പോലീസിനെ പ്രതിക്കൂട്ടിലാക്കുന്ന ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് വേണ്ട, ആ റിപ്പോർട്ടുകൾ പുറത്തുവിട്ട് മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു തുടങ്ങിയ കുറ്റപത്രമാണ് ജില്ലാ കളക്ടർക്ക് എതിരെ ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടായ ഒരു ആക്ഷേപം. ആ സാഹചര്യത്തിൽ ജില്ലാ ഭരണകൂടത്തെ സഹായിക്കുന്നതിന് പകരം പോലീസിനെ പിന്താങ്ങുന്നതിന്റെ കാരണം ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എഡിഎം പറഞ്ഞ സ്ഥലത്തേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേരുന്നത്. രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടായിരുന്നു. ആ രാഷ്ട്രീയ സമ്മർദ്ദത്തിൽപ്പെട്ടവർ ഭരണകക്ഷത്തിലെ നേതാക്കന്മാരും ഉത്തരവാദിത്തപ്പെട്ട ഈ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ പോലീസിനെതിരെ മന്ത്രിസഭ വിരിഞ്ഞാൽ തീർച്ചയായും ആ വിവരങ്ങൾ പുറത്തു വന്നാൽ തെരഞ്ഞെടുപ്പ് സമയത്ത് അത് സർക്കാരിനെ വീണ്ടും പ്രതിക്കൂട്ടിലാക്കുമെന്നുള്ള ഒരു ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് തന്ത്രപരമായി ജില്ലാ ഭരണകൂടത്തെ തള്ളിക്കൊണ്ട് പോലീസിനെ പിന്തുണയ്ക്കാൻ ഇപ്പോൾ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുന്നത്. രാജ്കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. എഡിഎം നിലപാട് ഇപ്പോൾ അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു. എഡിഎം
പോലീസിനെതിരെ വീഴ്ച സംഭവിച്ചത് പോലീസിന്റെ ഭാഗത്തായെന്ന് ആവർത്തിക്കുന്നു. തന്റെ രേഖകൾ, ഫോൺ രേഖകൾ പോലും വേണമെങ്കിൽ പരിശോധിക്കാമെന്നും അദ്ദേഹം ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു. അക്ഷരാർത്ഥത്തിൽ പോലീസ് കൂടുതൽ പ്രതിക്കൂട്ടിലാകുന്നു എന്ന് തന്നെ വ്യാഖ്യാനിക്കേണ്ടി വരുന്ന സാഹചര്യം. കൊല്ലം ജില്ലാ കളക്ടർ ഷൈനമോൾക്ക് മന്ത്രിസഭാ യോഗത്തിൽ രൂക്ഷ വിമർശനം. കളക്ടറുടെ പരസ്യ പ്രസ്താവന ഉചിതമായില്ലെന്ന വിലയിരുത്തലാണ് മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടായത്. അപകടത്തിന്റെ ഉത്തരവാദി പോലീസെന്ന് കളക്ടർ റിപ്പോർട്ട് നൽകിയിരുന്നു. പരവൂർ പുറ്റിങ്ങൽ വെടിക്കെട്ടിന് അനുമതി നിഷേധിച്ച കളക്ടറുടെ ഉത്തരവ് നടപ്പാക്കാൻ പോലീസ് തയ്യാറായിരുന്നുവെങ്കിൽ ദുരന്തം ഒഴിവാക്കാമായിരുന്നു. ദുരന്തത്തിന് വഴിവെച്ചത് പോലീസിന്റെ അലംഭാവവും വീഴ്ചയുമാണ്. പോലീസിന്റെ ഒത്താശയോടെയാണ് മത്സര വെടിക്കെട്ട് നടന്നത്. എന്നീ കാര്യങ്ങൾ വിശദമാക്കിയാണ് കൊല്ലം ജില്ലാ കളക്ടർ ഷൈനമോൾ നേരത്തെ മാധ്യമങ്ങളിലൂടെ രംഗത്തെത്തിയത്. പക്ഷേ കളക്ടറുടെ ഈ പരസ്യ പ്രസ്താവനയ്ക്കെതിരെ മന്ത്രിസഭായോഗം കളക്ടറെ രൂക്ഷമായി വിമർശിക്കുകയായിരുന്നു. കളക്ടർ കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തി. ജുഡീഷ്യൽ അധികാരം പോലും ഉപയോഗിക്കാതെ കളക്ടർ പോലീസിന്റെ മേൽ കുതിര കയറുന്നത് ശരിയല്ലെന്നും മന്ത്രിസഭായോഗത്തിൽ പ്രതികരണമുണ്ടായി. കളക്ടർ പരസ്യ പ്രസ്താവന നടത്തിയത് ഉചിതമായില്ല. ദുരന്തത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി സർക്കാർ മുന്നോട്ടു പോകുമ്പോൾ സർക്കാരിനെ കരിവാരി തേക്കാനാണ് കളക്ടർ ശ്രമിക്കുന്നതെന്നും റവന്യൂ മന്ത്രിയും മന്ത്രി ഷിബു ബേബി ജോണും മന്ത്രിസഭായോഗത്തിൽ ചൂണ്ടിക്കാട്ടി. എന്നാൽ ദുരന്തത്തിൽ പോലീസിന്റെ വീഴ്ച വിശദമാക്കുന്ന കളക്ടറുടെ റിപ്പോർട്ടും മന്ത്രിസഭായോഗം ചർച്ചയ്ക്കെടുക്കാതെ ഒഴിവാക്കി. ഇക്കാര്യം മുഖ്യമന്ത്രി തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തു. കളക്ടറുടെ റിപ്പോർട്ട് മന്ത്രിസഭായോഗത്തിൽ ചർച്ചയ്ക്ക് വന്നിരുന്നു. അല്ല, ഇന്നിപ്പം നമ്മൾ മുഖ്യമായി ചർച്ച ചെയ്തിട്ടുള്ളത് ഈ വക കാര്യങ്ങളെക്കുറിച്ചാണ്. ഇന്നലത്തെ റിവ്യൂ മീറ്റിംഗിൽ വന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇന്ന് ചർച്ച ചെയ്ത് തീരുമാനം എടുത്തു. അതേസമയം സർക്കാരിന്റെ ഗുരുതര വീഴ്ച മറച്ചുവെക്കാൻ കളക്ടർ ഉത്തരവാദിത്വം നിറവേറ്റിയില്ല, നടപടി സ്വീകരിച്ചിട്ടില്ല എന്നീ കാര്യങ്ങൾ ഉയർത്തി പോലീസിനെതിരെ വിമർശനമുന്നയിച്ച കളക്ടറോടുള്ള വൈരാഗ്യം തീർക്കാനാണ് സർക്കാർ നീക്കം നടത്തുന്നതെന്നത് ഇതോടെ വ്യക്തമാവുകയാണ്. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പരവൂർ ദുരന്തത്തിന്റെ ഉത്തരവാദി സർക്കാരെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. അപകടത്തിന്റെ ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കണമെന്നും വെടിക്കെട്ട് തടയാൻ ഉത്തരവിട്ടവരെ നിശബ്ദരാക്കിയതിന്റെ ഫലമാണ് അപകടമെന്നും പിണറായി വിജയൻ പറഞ്ഞു. ഹൈക്കോടതിയുടെ വിമർശനം സർക്കാരിനെതിരെയാണ് വലിയ തോതിൽ ഉയർന്നിട്ടുള്ളത്. അവിടെ നടന്ന കാര്യങ്ങളാകെ പരിശോധിച്ചാൽ സർക്കാരാണ് പലരെയും നിശബ്ദമാക്കിയത് എന്ന് കാണാൻ പറ്റും. അപ്പോൾ ഉത്തരവാദിത്വം സർക്കാർ തന്നെയാണ് ഏറ്റെടുക്കേണ്ടത്. സർക്കാരിൻ്റെ ഇടപെടലിലൂടെ നേരത്തെ ഇത് തടഞ്ഞവരെ അടക്കം നിശബ്ദമാക്കിയതിൻ്റെ ഭാഗമായി സംഭവിച്ചതാണ്. അതുകൊണ്ടാണ് സർക്കാരാണ് ഉത്തരവാദി എന്ന് പറയുന്നത്. പരവൂർ വെടിക്കെട്ടിൽ പോലീസിനെതിരെ ADM സമ്മർദ്ദത്തിന് വഴങ്ങി പ്രവർത്തിച്ചതുകൊണ്ടാണ് അപകടമുണ്ടായതെന്ന് ADM ഏതന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നുവെന്നും ADM S. ഷാനവാസ് പറഞ്ഞു. ഇപ്പോൾ ഇത് വളരെ രസകരമായ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഈ നിരോധനം നിരസിച്ച ഉത്തരവായ ഉദ്യോഗസ്ഥൻ ഇതിനകത്ത് ഒരു സംശയത്തിൻ്റെ നിഴലിൽ നിർത്തപ്പെടുക എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്താണ് അർത്ഥമുള്ളത്? ഞാൻ ജീവനോട് ഇരിപ്പുണ്ട്, അന്നും ഇന്നുമുണ്ട്. എൻ്റെ ഫോൺ നമ്പർ ADM എന്ന നിലയിൽ അവർക്കറിയാം. ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ എന്ന നിലയിൽ ഏതൊരു പോലീസ് ഉദ്യോഗസ്ഥനും അറിയാം. എന്നെ ഒന്ന് ഫോണിൽ ട്രേസ് ചെയ്യാനും എന്നോട് നേരിട്ട് ഈ ഒരു പരവൂർ വെടിക്കെട്ട് അപകടത്തിൽ ഏതന്വേഷണത്തിനും തയ്യാറെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. CBI അന്വേഷണത്തിന് സർക്കാർ തയ്യാറെന്നും ഇക്കാര്യം ഹൈക്കോടതിയെ അറിയിക്കാനും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. മന്ത്രിസഭാ ഉപസമിതി നാളെ പരവൂർ സന്ദർശിക്കും. സർക്കാരിന് ഏതന്വേഷണത്തിനും ഒരു വിരോധവുമില്ല. ഏതന്വേഷണത്തിനും ഒരു വിരോധവുമില്ല. പക്ഷേ ഗവൺമെൻറ് എല്ലാ വശങ്ങളും പരിശോധിച്ച ശേഷമായിരിക്കും തീരുമാനമെടുക്കുന്നത്. അല്ല, അതിന് വരും. അതിൻ്റെ സമയമാകുമ്പോൾ അത് വരും നിശ്ചയമായിട്ടും. സമ്പൂർണ്ണ വെടിക്കെട്ട് നിരോധനം ഏർപ്പെടുത്തണമെന്ന് DGP TP സെൻകുമാർ. പോലീസിന്റെ ഈ നിലപാട് DGP അഡ്വക്കേറ്റ് ജനറലിനെ അറിയിച്ചു. ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകുന്നതിന്റെ മുന്നോടിയായാണ് AGയെ നിലപാട് അറിയിച്ചത്. വെടിക്കെട്ടുകൾ പൂർണ്ണമായി നിരോധിക്കുക മാത്രമാണ് ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടിയെന്ന് DGP വ്യക്തമാക്കി. വെടിക്കെട്ടിന് അനധികൃത വസ്തുക്കൾ ഉപയോഗിക്കുന്നുവോ എന്ന് പരിശോധിക്കാൻ പോലീസിന് പരിമിതിയുണ്ടെന്നും DGP വ്യക്തമാക്കി. പരവൂർ വെടിക്കെട്ടിലെ രണ്ടാമത്തെ കരാറുകാരൻ കൃഷ്ണൻകുട്ടി എവിടെയെന്നതിൽ ദുരൂഹത. കരാറുകാരൻ കൃഷ്ണൻകുട്ടി മരിച്ചു എന്നാണ് അപകടത്തിന് ശേഷം പോലീസ് ആദ്യം നൽകിയിരുന്ന വിവരം. എന്നാൽ ഇപ്പോൾ കൃഷ്ണൻകുട്ടിയെപ്പറ്റി വിവരമില്ലെന്നാണ് പോലീസിന്റെ ഭാഷ്യം. അപകട ദിവസം പുലർച്ചെ കൃഷ്ണൻകുട്ടിയെ വർക്കലയിൽ കണ്ടതായും നാട്ടുകാർ പറയുന്നു. പരവൂർ വെടിക്കെട്ട് ദുരന്തത്തിന് ഉത്തരവാദി ആരെന്ന ചോദ്യം ബാക്കി നിൽക്കെ രണ്ടാം കരാറുകാരൻ എവിടെയെന്നത് സംബന്ധിച്ച ദുരൂഹതയാണ് ഇപ്പോൾ പുതിയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നത്.
വെടിക്കെട്ടിൽ ഉഗ്രസ്ഫോടനശേഷിയുള്ള വസ്തുക്കൾ ഉപയോഗിച്ചെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോഴും കരാറുകാരനായ വർക്കല സ്വദേശി കൃഷ്ണൻകുട്ടി അപകടത്തിൽ മരിച്ചോ ഇല്ലയോ എന്ന് ഭരണകൂടത്തിനും പോലീസിനും വ്യക്തതയില്ല. കൊട്ടിയം ഹോളിക്രോസ് ആശുപത്രിയിലെത്തിച്ച മൃതദേഹങ്ങളിലൊന്ന് കൃഷ്ണൻകുട്ടിയുടേതാണെന്ന് ആശുപത്രി അധികൃതർ സ്ഥിരീകരിക്കുമ്പോൾ കൃഷ്ണൻകുട്ടിയെക്കുറിച്ച് അറിയില്ലെന്നാണ് പോലീസിന്റെ ഭാഷ്യം. മാത്രമല്ല, അപകടം നടന്നതിന് ശേഷം കൃഷ്ണൻകുട്ടിയെയും ഭാര്യ അനാർക്കലിയെയും വർക്കലയിലെ വീട്ടിൽ കണ്ടതായി സമീപവാസികളും പറയുന്നു. എന്നാൽ ഇപ്പോൾ ഇവരെ മാത്രമല്ല, അടുത്ത ബന്ധുക്കളെ പോലും കണ്ടെത്താൻ പോലീസിന് ആകുന്നില്ല. ഇവരുടെ പരവൂരിലെ വീട്ടിൽ പോലീസ് നടത്തിയ റെയ്ഡിൽ 5 കിലോ കരിമരുന്നും അലുമിനിയം പൊടിയും 10 ചാക്കോളം പടക്കങ്ങളും അമ്മിട്ടുകളും പോലീസ് കണ്ടെടുക്കുകയും ചെയ്തു. എന്നാൽ കൃഷ്ണൻകുട്ടി എവിടെയെന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാവുകയാണ്. കൃഷ്ണൻകുട്ടിയെക്കുറിച്ച് അന്വേഷിക്കുന്ന കാര്യത്തിൽ പോലീസും നിഷ്ക്രിയത്വം കാണിക്കുന്നു. പരവൂരിൽ മത്സരക്കമ്പം തന്നെയാണ് നടന്നതെന്ന് തെളിഞ്ഞ സാഹചര്യത്തിലും നിരോധിത വെടിമരുന്നുകൾ ഉപയോഗിച്ചതായി കണ്ടെത്തിയ സാഹചര്യത്തിലും കൃഷ്ണൻകുട്ടിയുടെ തിരോധാനം വലിയ ദുരൂഹത തന്നെയാണ് ബാക്കിവെക്കുന്നത്. ന്യൂസ് ഡെസ്ക്. തൃശൂർ പൂരത്തിന്റെ ഭാഗമായുള്ള ഘടകപൂരങ്ങൾ ചടങ്ങ് മാത്രമാക്കാൻ പൂര സംഘാടക സമിതിയുടെ സംയുക്ത യോഗം തീരുമാനിച്ചു. വെടിക്കെട്ട് നിരോധനത്തിന് ഇളവ് ലഭിച്ചില്ലെങ്കിൽ ആകും പൂരം ചടങ്ങ് മാത്രമാവുക. സംഘാടക സമിതിയുടെ ഈ തീരുമാനം ഹൈക്കോടതിയെ അറിയിക്കും. അതിനിടെ വെടിക്കെട്ട് നിരോധിക്കാനുള്ള കേസിൽ കക്ഷി ചേരാൻ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചു. രാത്രി വെടിക്കെട്ടും ആനയെഴുന്നള്ളിപ്പും നിരോധിച്ച ഉത്തരവിന്റെ പശ്ചാത്തലത്തിലാണ് കേസിൽ കക്ഷി ചേരാൻ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ ഹൈക്കോടതിയിൽ അപേക്ഷ നൽകിയത്. നിരോധനത്തിന്റെ പരിധിയിൽ നിന്ന് തൃശൂർ പൂരം വെടിക്കെട്ടിനെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് അപേക്ഷ. കേസ് നാളെ പരിഗണിക്കുമ്പോൾ ദേവസ്വം പ്രതിനിധികൾ കോടതിയിൽ എതിർവാദങ്ങൾ ഉന്നയിക്കും. വെടിക്കെട്ട് നടത്താനായില്ലെങ്കിൽ പൂരം ചടങ്ങ് മാത്രമായി ഒതുക്കി നിർത്തേണ്ടി വരുമെന്ന പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളുടെ തീരുമാനത്തിൽ ഘടകപൂരങ്ങൾ പിന്തുണ നൽകി. അനുകൂല നടപടികൾ ഉണ്ടായില്ലെങ്കിൽ 8 ഘടകക്ഷേത്രങ്ങളിലും പൂരം ചടങ്ങിൽ ഒതുങ്ങും. അവര് പറഞ്ഞത് ഒരാനപ്പുറത്ത് പൂരം നടത്താൻ നിർബന്ധിതരാവുകയാണെങ്കിൽ തീർച്ചയായും ഞങ്ങളും നിങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരാനപ്പുറത്ത് ചടങ്ങ് മാത്രമായി പൂരം നടത്തുന്നതാണ്. അതേസമയം വെടിക്കെട്ട് നടത്തുമെങ്കിൽ സാധ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ KG സൈമൺ അറിയിച്ചു. ഞങ്ങളുടെ സുരക്ഷ എന്ന് പറയുന്നത് പോലീസ് സുരക്ഷാ ക്രമീകരണം എന്നുള്ളത് വളരെ ഫുൾപ്രൂഫായിട്ട് തന്നെ ഞങ്ങൾ നടപ്പാക്കി വേണ്ട ശ്രദ്ധാലുക്കളാണ്. അതിനുവേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുള്ള സുരക്ഷയാണ് ആസൂത്രണം ചെയ്യുന്നത്. കോടതി നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ പ്രത്യേക സംഘങ്ങളെ നിയോഗിക്കും. പറവൂർ വെടിക്കെട്ട് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ കാണികളെ കൂടുതൽ ദൂരത്തേക്ക് മാറ്റി നിർത്താനും ക്രമീകരണങ്ങൾ നടത്തും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കടമക്കുടി വയൽ നികത്തൽ സംബന്ധിച്ച മന്ത്രിസഭാ യോഗത്തിന്റെ നടപടിക്കുറിപ്പുകൾ പീപ്പിൾ ടിവിക്ക് ബന്ധപ്പെട്ട വകുപ്പുകൾ അറിയാതെയാണ് വിഷയം മന്ത്രിസഭയിൽ എത്തിയത്. കടമക്കുടി പദ്ധതി പൊതുതാൽപര്യത്തിന്റെ പരിധിയിൽ വരില്ലെന്ന നെൽവയൽ തണ്ണീർത്തട സംസ്ഥാന സമിതിയുടെ എതിർപ്പ് റവന്യൂ വകുപ്പ് അറിയിച്ചിരുന്നു. ഇത് മറികടന്നാണ് ഫെബ്രുവരി 25-ന് ചേർന്ന മന്ത്രിസഭാ യോഗം വയൽ നികത്താൻ തീരുമാനമെടുത്തത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു മുൻപ് ചേർന്ന ഫെബ്രുവരി 25-ലെ മന്ത്രിസഭാ യോഗത്തിലാണ് എറണാകുളം ജില്ലയിലെ കടമക്കുടിയിൽ 47 ഏക്കർ നെൽവയൽ നികത്താൻ അനുമതി നൽകിയത്. മെഡിക്കൽ ടൂറിസത്തിനായി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി സ്ഥാപിക്കാൻ വയൽ നികത്താനായിരുന്നു അനുമതി. പിന്നീട് വിവാദമായ തീരുമാനത്തിന്റെ മന്ത്രിസഭാ നടപടിക്കുറിപ്പുകളാണ് പീപ്പിൾ പുറത്തുവിട്ടത്. റവന്യൂ വകുപ്പ് ഉൾപ്പെടെ ബന്ധപ്പെട്ട വകുപ്പുകൾ അറിയാതെയാണ് മന്ത്രിസഭയിൽ വിഷയമെത്തിയത്. മന്ത്രിസഭാ തീരുമാനം അറിയിച്ച് മുഖ്യമന്ത്രിക്ക് വേണ്ടി ചീഫ് സെക്രട്ടറി തയ്യാറാക്കിയ നടപടിക്കുറിപ്പാണ് മറ്റു വകുപ്പുകളുടെ പരിഗണനയ്ക്കെത്തിയത്. നടപടിക്രമങ്ങൾ അനുസരിച്ച് മറ്റു വകുപ്പുകളുടെ പരിശോധനയ്ക്ക് ശേഷമാണ് പദ്ധതി മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വരേണ്ടത്. 2008-ലെ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം അനുസരിച്ച് വയൽ നികത്താൻ അനുമതി നൽകേണ്ടത് ഇതിനായുള്ള സംസ്ഥാനതല സമിതിയാണ്. മെഡിക്കൽ ടൂറിസം പദ്ധതി പൊതു താൽപര്യത്തിന്റെ പരിധിയിൽ വരില്ലെന്നാണ് സംസ്ഥാനതല സമിതി റിപ്പോർട്ട് നൽകിയത്. ഇക്കാര്യം മന്ത്രിസഭാ കുറിപ്പിൽ റവന്യൂ വകുപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എതിർപ്പ് മറികടന്നായിരുന്നു തീരുമാനമെന്നും രേഖകളിൽ വ്യക്തമാണ്. മുഖ്യമന്ത്രി മുൻകൈയെടുത്താണ് പദ്ധതിയുടെ വിശദാംശങ്ങൾ മന്ത്രിസഭയിൽ എത്തിയതെന്നാണ് വിവരം. KPCC അധ്യക്ഷൻ ഉൾപ്പെടെ പ്രതിഷേധിച്ചപ്പോഴും റവന്യൂ വകുപ്പിന്റെ ഉത്തരവിനെ പരസ്യമായി ന്യായീകരിച്ച് മുഖ്യമന്ത്രി രംഗത്ത് വരികയും ചെയ്തിരുന്നു. MR സജീഷ്, തിരുവനന്തപുരം. മുല്ലപ്പെരിയാർ കേസിൽ തമിഴ്നാടിന് തിരിച്ചടി. അണക്കെട്ടിന്റെ സുരക്ഷയ്ക്കായി കേന്ദ്രസേന വേണമെന്ന തമിഴ്നാടിന്റെ ആവശ്യം സുപ്രീംകോടതി തള്ളി. ഭരണഘടനാ ബെഞ്ചിന്റെ മുൻ ഉത്തരവിനെതിരെ തമിഴ്നാടിന് വേണമെങ്കിൽ പുനഃപരിശോധനാ ഹർജി നൽകാമെന്ന് ജസ്റ്റിസ് TS ഠാക്കൂർ അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. ആവശ്യം കോടതി തള്ളിയ സാഹചര്യത്തിൽ തമിഴ്നാട് ഹർജി പിൻവലിച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന് കേരള പോലീസിന്റെ സുരക്ഷ അപര്യാപ്തമാണെന്നും CISF പോലുള്ള കേന്ദ്രസേനയെ സുരക്ഷാ ചുമതല ഏൽപ്പിക്കണമെന്നുമായിരുന്നു തമിഴ്നാടിന്റെ ആവശ്യം. അണക്കെട്ടിന് ഭീകരാക്രമണ സാധ്യതയുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് പരിഗണിച്ച് ഇടക്കാല ഉത്തരവ് വേണമെന്ന് തമിഴ്നാട് വാദിച്ചു. എന്നാൽ ചീഫ് ജസ്റ്റിസ് TS ഠാക്കൂർ അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് ആവശ്യം തള്ളി.
ഭരണഘടനാ ബെഞ്ചിന്റെ വിധി മാറ്റണമെങ്കിൽ പുനഃപരിശോധന ഹർജി നൽകണമെന്നും കോടതി വ്യക്തമാക്കി. മുല്ലപ്പെരിയാറിൽ പ്രത്യേക പോലീസ് സ്റ്റേഷൻ സ്ഥാപിച്ചിട്ടുണ്ടെന്നും കേന്ദ്രസേനയുടെ ആവശ്യമില്ലെന്നുമുള്ള നിലപാടാണ് കേരളം സ്വീകരിച്ചത്. പോലീസ് സുരക്ഷ ഉള്ളപ്പോൾ എന്തിനാണ് കേന്ദ്രസേനയെന്ന് നേരത്തെ ഹർജി പരിഗണിച്ചപ്പോൾ കോടതി ചോദിച്ചിരുന്നു. ആവശ്യം കോടതി തള്ളിയ സാഹചര്യത്തിൽ തമിഴ്നാട് ഹർജി പിൻവലിച്ചു. ഭരണഘടനാ ബെഞ്ചിന്റെ വിധിക്കെതിരെ പുനഃപരിശോധനാ ഹർജി നൽകുമെന്ന് തമിഴ്നാടിനു വേണ്ടി ഹാജരായ അഭിഭാഷകൻ രാകേഷ് ദ്വിവേദി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. മരുന്ന് മാറി കുത്തിവെച്ചതിനെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഗർഭസ്ഥ ശിശു മരിച്ചു. പത്തനംതിട്ട ചിറ്റാർ സ്വദേശി സ്മിതയുടെ കുട്ടിയാണ് മരിച്ചത്. സ്മിതയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. വയനാട്ടിൽ 3 കുട്ടികൾക്ക് വിഷം നൽകി പിതാവ് ആത്മഹത്യ ചെയ്തു. വിശദാംശങ്ങൾ അനൂപ് KR നൽകും. അനൂപ്, എന്താണ് ദാരുണമായ സംഭവത്തിന് കാരണം? ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ. അമ്പലവയൽ, വയനാട് അമ്പലവയൽ മഞ്ഞപ്പാറ പുതുക്കാട് കൊട്ടാരത്തിൽ റെജി എന്നയാളാണ് തന്റെ 3 കുഞ്ഞുങ്ങൾക്ക് വിഷം നൽകി ആത്മഹത്യ ചെയ്തത്. അദ്ദേഹത്തിന്റെ മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഏറെ കാലമായി കുടുംബ വഴക്ക് വീട്ടിൽ നിലനിന്നിരുന്നു. വീടിനടുത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ തോട്ടത്തിൽ വെച്ചാണ് കുട്ടികൾക്ക് വിഷം നൽകിയ ശേഷം ഇയാൾ ആത്മഹത്യ ചെയ്തത്. ഭാര്യയും ഒരു മകനും സ്ഥലത്തില്ലായിരുന്നപ്പോഴാണ് മറ്റു 3 മക്കളെ വിഷം നൽകിയതിനു ശേഷം ഇയാൾ ആത്മഹത്യ ചെയ്തത്. അമ്പലവയൽ മഞ്ഞപ്പാറ പുതുക്കാട് കൊട്ടാരത്തിൽ റെജിയുടെ മരണം പോലീസ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 3 മക്കളും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. ഇവരെ അമ്പലവയലിൽ പ്രാഥമിക ചികിത്സ നൽകിയതിനു ശേഷം ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. മക്കളായ നൈജിൽ, 8 വയസ്സുള്ള നൈജിൽ, 6 വയസ്സുള്ള ജയ്സൽ, 4 വയസ്സുള്ള ഷൈജൽ എന്നീ 3 കുഞ്ഞുങ്ങൾക്കാണ് റെജി വിഷം നൽകിയതിനു ശേഷം ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഗുരുതരാവസ്ഥയിലുള്ള 3 കുഞ്ഞുങ്ങളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. പ്രജീഷ്, വയനാട്ടിൽ 3 കുട്ടികൾക്ക് വിഷം നൽകി പിതാവ് ആത്മഹത്യ ചെയ്തു. വിശദാംശങ്ങളാണ് അനൂപ് നൽകി. ജൈവപച്ചക്കറികൾ ഓണത്തിനും വിഷുവിനും മാത്രം ലഭിക്കുന്നതായി മാറരുതെന്ന് നടൻ മമ്മൂട്ടി. എപ്പോഴും ലഭിക്കാനുള്ള സംവിധാനം ഉണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു. വിഷുവിനോടനുബന്ധിച്ച് CPM എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച വിഷരഹിത പച്ചക്കറി സ്റ്റാൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിഷുവിനോടനുബന്ധിച്ച് CPIMന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ജൈവ അരിമേളയും വിഷരഹിത പച്ചക്കറി സ്റ്റാളും മലയാളത്തിന്റെ പ്രിയനടൻ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്തു. ആഘോഷനാളുകൾക്ക് ശേഷവും വിഷമുക്ത വിഭവങ്ങൾ ലഭ്യമാക്കാൻ സംവിധാനങ്ങൾ ഉണ്ടാകണമെന്ന് അദ്ദേഹം പറഞ്ഞു. സർക്കാരിന് വേണമെങ്കിൽ കുറേ ആളുകളെ സംഘടിപ്പിച്ചൊരു കമ്പനി ഉണ്ടാക്കി സർക്കാരിൻ്റെ മേൽനോട്ടത്തിൽ തന്നെ ഈ തരിശു നിലങ്ങളിൽ കൃഷി ചെയ്ത്, അതും സ്വാഭാവിക കൃഷിയോ പ്രകൃതി കൃഷിയോ ചെയ്ത് നമുക്ക് ആവശ്യമുള്ള നെല്ല് ഉൽപ്പാദിപ്പിക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ ഒറ്റയ്ക്കും അവിടെ ഇവിടെയൊക്കെ നടക്കുന്ന ഈ സംരംഭങ്ങളല്ലാതെ ഒരു വലിയ പ്രസ്ഥാനമായി, വലിയൊരു മൂവ്മെൻ്റായി കൊണ്ടുവരണം. എന്നാൽ മാത്രമേ ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറ്റാൻ ഒക്കെയുള്ളൂ. വിഷരഹിത പച്ചക്കറികൾക്ക് പുറമെ പൂർണ്ണമായും ജൈവരീതിയിൽ കൃഷി ചെയ്ത അരി, പൊക്കാളി അരി എന്നിവ മേളയിൽ ലഭിക്കും. രാജേന്ദ്ര മൈതാനിയിലെ താൽക്കാലിക വിൽപ്പന കേന്ദ്രം കൂടാതെ ജില്ലയിൽ 10 സ്ഥിരം സ്റ്റാളുകളിലും വിഷുവിനാവശ്യമായ വിഭവങ്ങൾ ലഭ്യമാക്കുമെന്ന് CPIM എറണാകുളം ജില്ലാ സെക്രട്ടറി P. രാജീവ് പറഞ്ഞു. കഴിഞ്ഞ വിഷുവിന് വിഷരഹിത പച്ചക്കറി എന്ന ക്യാമ്പയിൻ CPIM സംസ്ഥാന തലത്തിൽ ഏറ്റെടുത്തത്. ജില്ലയിൽ വിജയകരമായി 100-ലധികം സ്റ്റോളുകൾ, 164 സ്റ്റോളുകൾ അന്ന് തുറക്കാൻ കഴിഞ്ഞു. ഈ വിഷുവിനായി കഴിഞ്ഞപ്പോൾ പച്ചക്കറിക്കൊപ്പം തന്നെ അരിയുടെ കാര്യത്തിലും കുറേയേറെ മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ട്. ചടങ്ങിൽ MM ലോറൻസ്, KR വിശ്വംഭരൻ, മോഹനൻ, അഡ്വക്കേറ്റ് M. അനിൽകുമാർ, വേണു, റിനീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.